ഇപ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകരുടെ മനസ്സിലുള്ള ചോദ്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ലാലും ശ്രീനിവാസും ടോക്ക് ഇൻ ടേംസിലല്ല. അങ്ങനെയൊന്നുമില്ല. നമ്മളത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തെ എത്രയോ പ്രാവശ്യം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടും എല്ലാ ദിവസവും ഞാൻ ശ്രീനിവാസനെയും ഫോണിൽ സംസാരിക്കുന്ന ഒരാളല്ല. ഞങ്ങളെപ്പോഴും കാണുമ്പോൾ സംസാരിക്കുന്നതാണ്, നല്ല ഫലിതങ്ങൾ പറയുന്നതാണ്. അതിന് തൊട്ട് മുമ്പേ ഞങ്ങളൊരു സിനിമ ചെയ്തതല്ലേ, ഒരു നാൾ വരും. അതിന് മുമ്പും നമ്മൾ സിനിമ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ, ഞാനേ ഒരു കാരിക്കേച്ചറായിട്ടേ കാണുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ പല രൂപത്തിലും പല ആൾക്കാർക്കും വരയ്ക്കാം. എന്നിട്ട് ഞാൻ പറയണം ഇതൊന്നും ശരിയായില്ല, ഇത് ഭയങ്കര മോശമായി, ഇങ്ങനെയല്ല ഞാൻ എന്ന് പറയേണ്ട കാര്യമില്ലോ. അതും ഒരു ആർട്ടായിട്ടും അതും ഒരു ചിത്രകലയായിട്ടും ഞാൻ എടുക്കുന്നു. ഞാനൊരു കൗതുകത്തിൽ ചോദിച്ചോളൂ. ഈ സരോജ് കുമാർ എന്നുള്ള സിനിമ വന്ന് ലാലിനെ വല്ലാതെ പരിഹസിച്ചു എന്നും ക്രൂരമായിട്ട് ലാലിനെ പരിഹസിക്കാൻ ശ്രമിച്ചുവെന്നും ചില ആൾക്കാർ ആക്ഷേപിക്കുകയും അതിനുശേഷം ലാൽ എപ്പോഴെങ്കിലും ഷീനിയോട് ഷീനി നീ എന്ത് പണിയാടാ ചെയ്തേ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. കാര്യം ഞാനതിപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം മനഃപൂർവ്വം എന്നെ അപമാനിക്കാനായിട്ട് ചെയ്തതാണെന്ന്. എന്നോട് ആരും വിളിച്ച് മോഹൻലാൽ ഇയാൾ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ ഫോണിൽ വിളിച്ച് ചീത്ത പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പക്ഷേ എന്നെ സ്നേഹിക്കുന്ന പലരും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാകും. അല്ലാതെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചോ അല്ലെങ്കിൽ കണ്ടപ്പോഴൊന്നും ഈ കാര്യത്തിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല. കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് എന്നെക്കുറിച്ചുള്ളൊരു സിനിമയല്ല. എന്നെക്കുറിച്ചൊരു സിനിമ ചെയ്തിട്ട് അതിലൂടെ വലിയ ആളാകേണ്ട കാര്യമൊന്നും ശ്രീനിവാസനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തതാണ്. വീണ്ടും ഒരു അവസരം വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമയിൽ തീർച്ചയായിട്ടും ഞാനും ശ്രീനിവാസൻ അഭിനയിക്കും. ഇതിലൊരു ശാശ്വതമായ ഒരു എന്താണ് ഒരു എനിമിറ്റി അല്ലെങ്കിൽ നീരസമോ അനിഷ്ടമോ ഒന്നും എൻ്റെ ഭാഗത്തുനിന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവർക്കാണ് പ്രോബ്ലം. ഒരു പക്ഷേ ശ്രീനിയും ലാലും കൂടി തമ്മിൽ അങ്ങ് തെറ്റിക്കോട്ടെ എന്ന് വേണമെങ്കിൽ വേറെ ആൾക്കാർ ചിന്തിച്ചോളാം. അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു റിഫ്ലക്സ് എന്ന് പറയുന്ന സാധനം അല്ല. ശ്രീനിവാസൻ അങ്ങനെ ഒരു സിനിമ എടുത്തെന്ന് പറഞ്ഞ് ഇന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരില്ല. അപ്പോൾ കണ്ട സംഭവത്തിൽ ഒരു റിഫ്ലക്സ് പറഞ്ഞു. ഒരു പേപ്പർ വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടെലിവിഷനിൽ ഒരു വാർത്ത കാണുന്ന പോലെ ഇതിനെ വിചാരിച്ചാൽ മതി. അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഒരുപാട് പേര് ഈ കാര്യങ്ങൾ എന്നോട് ആ സമയത്ത് ചോദിച്ചിരുന്നു. ഞാനതിന് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഞാനത് പറഞ്ഞു അത് എന്നെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്കിത് വിശ്വാസമായിട്ട് തോന്നുന്നു എന്നെക്കുറിച്ചാണെന്ന്. അപ്പോൾ അതിൽ ഞാൻ മനോഹരമായി ലാല് മറുപടി പറഞ്ഞു. അതൊരു പക്ഷേ പ്രേക്ഷകർക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഒരു പ്രതികരണം കൂടിയാണ്. തീർച്ചയായിട്ടും. ഇനി ശ്രീനിവാസനോട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, നിങ്ങൾ ശ്രീനിവാസനെ കൂടെ പോയി ചോദിച്ചോളൂ. അദ്ദേഹം ഇതിൽ വരുമോ? വരണോ? അല്ല, അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇത് പൂർണ്ണമായേനെ. ഞാനെപ്പോഴും പറയാറുണ്ട് ചില അപൂർണതകൾ അവിടെ കിടക്കട്ടെ എന്ന്. ഇപ്പോഴും അങ്ങനെ വേണ്ടേ? അതുകൊണ്ട് ആ അപൂർണത ഞാൻ മറ്റൊരു അഭിമുഖത്തിലേക്ക് മാറ്റി വെക്കും. ഏറ്റവും മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ആ ശില്പി ആരും അറിയാതെ ഒരു തെറ്റതിൽ ചെയ്യുമെന്നാണ് കാര്യം. ഒരു പൂർണ്ണത വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു ദിവ്യത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിമുഖത്തിൽ ശ്രീനിവാസൻ എന്നുള്ള അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ശ്രീനിവാസൻ എന്നുള്ള പൂർണ്ണത കൈവരാതിരിക്കാൻ ശ്രീനിവാസനെ ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്. വളരെ നല്ല പ്രൊഡ്യൂസർ ശ്രീനിവാസനെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ കൊണ്ടുപോകാം. പക്ഷെ ശ്രീനിവാസന് പകരം ശ്രീനിവാസന് മാത്രമേ ഉള്ളൂ. അതല്ല, ഞാൻ വേറൊരു അഭിമുഖത്തിലേക്ക് ശ്രീനിവാസനെ മാറ്റി വെച്ചു, കരുതൽ ധനമായിട്ട്. ആയിക്കോട്ടെ, അതവിടെ ഉണ്ടാവും. ഞാൻ എപ്പോഴാണെങ്കിലും ഇവിടെ വരും, അപ്പോൾ ഞാൻ ശ്രീനിവാസനെ രംഗത്തേക്ക് കൊണ്ടുവരും.